Now we invite our chief guest, famous singing artist Sri Jagadish, to inaugurate the Family Meet Mayuram 2006 and to address the gathering. ഇങ്ങനൊരു പരിപാടി സംബന്ധിക്കാൻ എനിക്ക് ക്ഷണം ലഭിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ തന്നെ ഈ ക്ഷണം ഞാൻ സ്വീകരിക്കുകയുണ്ടായി. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, കുടുംബ സംഗമം എന്ന് പറയുമ്പോൾ ഔപചാരികതകളില്ലാത്ത ഒരു കൂട്ടായ്മയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്റെ പ്രതീക്ഷ തെറ്റിയില്ല. ഇവിടെ തികച്ചും ഒരു നമ്മുടെയൊക്കെ വീടുകളിൽ നടക്കുന്ന പോലെ, തറവാടുകളിൽ നടക്കുന്ന പോലുള്ള ഗൃഹാന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ വളരെ ലളിതമായ ചടങ്ങുകളാണ് എനിക്കിവിടെ കാണാൻ കഴിഞ്ഞത്. പിന്നെ ഇത്തരം ചടങ്ങുകളിൽ എന്താണ് പറയേണ്ടതെന്നുള്ള കാര്യത്തിനെ കുറിച്ച് എനിക്ക് ചെറിയ കൺഫ്യൂഷനുണ്ട്. കാരണം സ്ക്രീനിൽ കൂടുതലും നിങ്ങൾക്ക് അറിയാം, ഞാനൊരു അധ്യാപകനാണ്. കോമേഴ്സ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന പറയാൻ പറ്റില്ല, ഇപ്പോഴും രാജിവെച്ചിട്ടൊന്നുമില്ല, അധ്യാപകനാണ്. പക്ഷേ വേറൊരു കാര്യം നിങ്ങൾക്കറിയാം, അധ്യാപകന്റെ അന്തസ്സിന് യോജിച്ച വേഷങ്ങളല്ല സിനിമയിൽ ഞാൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിന് മാതൃകയാകേണ്ട അധ്യാപകൻ പലപ്പോഴും സുന്ദരികളായ പെൺകുട്ടികളിൽ നിന്നും തല്ലുകൊള്ളുന്ന സീനുകളാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടുത്തെ ഡോക്ടേഴ്സ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം, ഞാന് കോമേഴ്സ് അധ്യാപകനാണ്. പക്ഷെ പ്രീ ഡിഗ്രിക്ക് ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പാണ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എടുത്താണ് പഠിച്ചത്. എനിക്കും സയൻസുമായിട്ടൊക്കെ ബന്ധമുണ്ട്. അപ്പൊ നിങ്ങൾ ഈ സിനിമയിൽ കാണിക്കുന്ന കോമഡി അല്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഭേദപ്പെട്ട രീതിയിൽ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അധ്യാപകനായിരുന്നപ്പോൾ ഭേദപ്പെട്ട രീതിയിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു അധ്യാപകനാണ്. അതിനെക്കുറിച്ചൊക്കെ സംശയം തോന്നുന്നവരുണ്ടാവാം. അവരെ കൺവിൻസ് ചെയ്യുന്ന ധാർമ്മികമായ ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതുകൊണ്ട് സയൻസിന്റെ ചെറിയ കാര്യങ്ങൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നന്നായി പഠിച്ചിരുന്നു തെളിയിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയാം. Archimedes' principle states that when a body is fully or partly immersed under water, it subtract an apparent loss of weight of the water, which is equal to the weight of the water dissipated by the body. ശരിയല്ലേ? അതങ്ങനെ പെഡിഗ്രി ലെവലിൽ എനിക്കറിയാം. Coefficient of linear expansion is defined as the ratio of increase in length of a rod of 1 centimeter when heated through 1 degree centigrade. ഇത് പഠിപ്പിച്ചിരുന്ന കാലത്ത് എക്കണോമിക്സും കോമേഴ്സും ബിസിനസ് മാനേജ്മെന്റും ഒക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നു. എക്കണോമിക്സ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങളായിരുന്നു. Economics is the study of mankind in the ordinary business of life. It examines that part of individual and social action which is most closely connected with material requisites of well-being. എന്നൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഞാൻ സ്ക്രീനിൽ വന്നപ്പോ അത് പൊട്ടെന്ന് വയ്ക്കാം. ഒരു അധ്യാപകൻ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് പറയാണ്, ലോകത്തെ ഏതെങ്കിലും ഒരു അധ്യാപകൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവുമോ? ഉണ്ടാക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഭാഗ്യവശാൽ കേരളത്തിലെ പ്രേക്ഷകർ ഒരു അധ്യാപകന്റെ സമൂഹത്തിൽ ലഭിക്കുന്ന ആ സ്നേഹവും അംഗീകാരവും എനിക്ക് നൽകുമ്പോൾ തന്നെ എന്നിന്റെ കലാകാരന് വേറൊരു പ്രത്യേക പരിഗണനയും നൽകി. കാലാകാലങ്ങളിലെ മോഡറേഷനും പാസ് മാർക്കും
സെക്കൻഡ് ക്ലാസും ഫസ്റ്റ് ക്ലാസും ഒക്കെ തന്ന് എന്നെ പ്രോത്സാഹിപ്പിച്ചു, എന്നെ അംഗീകരിച്ചു. അതിനുള്ള ഒരു നന്ദി പ്രകടനമായിട്ടാണ് ഇത്തരം വേദികളൊക്കെ ഞാൻ കണക്കാക്കുന്നത്. പിന്നെ ഈ കുടുംബ സംഗമത്തിൽ ഞാൻ എന്താണ് പറയേണ്ടത്? ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ നിങ്ങൾ കണ്ടു കാണും. അതിലെ ഭർത്താവ് തെക്കേപ്പാട്ട് വിശ്വനാഥനെ പോലെ ഞാനും ഭാര്യയെ പേടിയുള്ള ആളാണോ എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. സത്യം തോന്നു പറയട്ടെ, ഭാര്യ ഇപ്പൊ പേടിയുള്ള ആളാണ്. അതിനെ ചിരിക്കണ്ട. ഭാര്യ ജന്മനാ പേടിയുള്ളതല്ല, BP BJP. ഭാര്യ പേടിയുണ്ടെന്ന് പറയുന്നവർക്ക് അത്ര പേടി കാണില്ല. പേടി ഒട്ടും പേടിയില്ലെന്ന് പറയുന്നവർക്ക് ഭയങ്കര പേടിയായിരിക്കും. അപ്പോ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഈ കുടുംബ സംഗമത്തില് ഇങ്ങനെ മയൂരം 2006 നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സൂചിപ്പിച്ചു. ഈ കുടുംബ സംഗമം 4 വർഷമായിട്ട് സുഖകരമായ രീതിയിൽ നടക്കുന്നു. വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം തീർച്ചയായിട്ടും കുടുംബത്തിന്റെ വിജയം ഒരു ഡോക്ടറുടെ പ്രൊഫഷണൽ പ്രതിഫലിക്കും, യാതൊരു സംശയമില്ല. കുടുംബം ഒരു ബാക്ക് ബോണാണ്. വീട്ടിൽ നിന്നും ലഭിക്കുന്ന ആ അംഗീകാരം, അവർ നൽകുന്ന ധാർമ്മികമായ പിന്തുണ നമ്മുടെ പ്രൊഫഷനില് തീർച്ചയായിട്ടും ഗുണകരമായി തന്നെ ഭവിക്കും. അപ്പൊ വീട്ടിൽ നിന്നും ലഭിക്കുന്ന പിന്തുണ എന്ന് പറയുമ്പോൾ, പിൻബലം എന്ന് പറയുമ്പോൾ, എന്റെ കാര്യത്തില് ഒരു തമാശയായിട്ട് മണിമൂല ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്റെ ഭാര്യ ഡോക്ടർ രമ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് അസോസിയേറ്റ് പ്രൊഫസറാണ്. നിങ്ങൾക്കറിയാം, ഫോറൻസിക് എന്ന് പറയുമ്പോൾ പോസ്റ്റ്മോർട്ടം, മോർച്ചറി ഡ്യൂട്ടി ഒക്കെയാണ്. അപ്പൊ മണിമൂല രാജ പറഞ്ഞൊരു കമന്റ്, ജഗദീഷിന്റെ ഭാര്യയുടെ ഒരു ഗതികേട് നോക്കണേ, പകല് മുഴുവൻ മോർച്ചറിലെ ശവങ്ങളിലൂടെ, വീട്ടിൽ വന്നാൽ രാത്രി വേറൊരു ശവത്തിന്റെ കൂടെ. ഞാൻ എന്തായാലും അത് തമാശക്ക്, എന്തായാലും ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്റെ ഭാര്യയുടെ പ്രൊഫഷനിൽ അതിന്റേതായിട്ടുള്ള, ഏത് പ്രൊഫഷനും അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, അവരുടേതായിട്ടുള്ള ഡ്യൂട്ടികൾ ചെയ്യാനുണ്ടാവും. അപ്പോ വേണ്ടത്ര അവരുടെ ആ ഡ്യൂട്ടിയുടെ പരിമിതികൾ, അവരുടെ ആ ഡ്യൂട്ടിയിൽ വരാൻ സാധ്യതയുള്ള, പ്രൊഫഷണലായിട്ട് വരാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകൾ, ആ സമയത്ത് അവർക്ക് വേണ്ട പിന്തുണ നൽകാൻ ഞാൻ എക്കാലത്തും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ എല്ലാവരും വീട്ടമ്മമാർ മാത്രമായി കഴിയുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കുറെ പേര് എംപ്ലോയ്ഡ് ആയിരിക്കും, എംപ്ലോയ്ഡ് അല്ലാത്തവരും ഉണ്ടായിരിക്കാം. എന്തായിരുന്നാലും ഏത് രീതിയിലായിരുന്നാലും ഭാര്യയും ഭർത്താവും എംപ്ലോയ്ഡ് ആകുമ്പോൾ ആ രീതിയിൽ ഒരുപാട് പരസ്പരം വിട്ടുവീഴ്ച ചെയ്യേണ്ടതായിട്ട് വരും. എംപ്ലോയ്ഡ് അല്ലെങ്കിലും ഭർത്താവ് കൂടുതൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന പോലെ ഒരു 24 hours കുടുംബത്തിന് വേണ്ടി, ഭർത്താവിന് വേണ്ടിയൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഭാര്യമാർക്ക് അല്പം എന്റർടൈൻമെന്റ്, ഇതേപോലുള്ള ഒരു ഔട്ട്ലെറ്റ് ഈ കുടുംബ സംഗമത്തിനൊക്കെ, ഈ കൂട്ടായ്മയ്ക്ക് വളരെ വലിയ പങ്ക് വഹിക്കാനുണ്ടാവും. നമ്മുടെ ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എൻഗേജ്ഡ് ആവുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ആബ്സൻസിൽ നമ്മുടെ വീട്ടിൽ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന കുടുംബിനികൾക്ക് അല്പമൊക്കെ ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരമായി ഇത്തരം കുടുംബ സംഗമങ്ങൾ മാറുന്നു എന്ന കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം. പിന്നെ ഏത് കാര്യത്തിലും ജീവിതത്തിൽ വേണ്ടത് നമ്മുടേതായിട്ടുള്ള, ഇതൊരു ഉപദേശമല്ല, നമ്മുടേതായിട്ടുള്ള ടേക്ക് തിങ്സ് ആസ് ദേ കം എന്നാണ് പറയാം, വരുന്നത് പോലെ കാണും. നമ്മൾ അന്ധമായ അനുകരണത്തിന്റെ പിന്നാലെ പോകരുത്. നമുക്ക് ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കാറുണ്ട്, സ്കൂട്ടറുണ്ട്, അല്ലെങ്കിൽ സൈക്കിളായിരിക്കാം, എന്താണെങ്കിലും ശരി, അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, നമ്മുടെ മീൻസിനനുസരിച്ച്, നമ്മുടെ വരുമാനത്തിനനുസരിച്ച് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. അന്ധമായിട്ട് അപ്പുറത്തെ വീട്ടിൽ ഇന്നതുണ്ട് എന്നതുകൊണ്ട് മാത്രം നമ്മൾ അതുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് എക്കണോമിക്സിൽ അതിന് ഡെമോൺസ്ട്രേഷൻ എഫക്ട് എന്നാണ് പറയുന്നത്. അന്ധമായി അപ്പുറത്തെ വീട്ടുകാരനെ അനുകരിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ, സാമ്പത്തികപരമായി ശ്രമിക്കുമ്പോൾ അതിന് ഡെമോൺസ്ട്രേഷൻ എഫക്ട് എന്നാണ് പറയുക. അത് നമ്മളെ പലപ്പോഴും വഴിതെറ്റിക്കാറുണ്ട്. അപ്പുറത്തെ വീട്ടിലെ ആള് ഇന്ന രീതിയിൽ കുട്ടിയെ ഇന്ന കോഴ്സിന് വിടുന്നു, അതുകൊണ്ട് നമ്മുടെ മോനെയും നമ്മൾ ഇന്ന കോഴ്സിന് വിടണം എന്ന് പറയുന്ന അന്ധമായ അനുകരണം, അത് ഒരു പരിധിവരെ ഈ അനുകരണം ജീവിതത്തില് വലിയ കുഴപ്പങ്ങൾ ക്ഷണിച്ചു വരും. അതിനെക്കുറിച്ച് രസകരമായ ഒരു കഥ വേണമെങ്കിൽ ഞാൻ പറയാം. ഈ അന്ധമായ അനുകരണം കൊണ്ടുണ്ടാകുന്ന കുഴപ്പങ്ങൾ. ഞാൻ ഇന്നസെന്റ് നെടുമുടി വേണിച്ചേട്ടൻ, ശ്രീനിവാസൻ, ഞങ്ങൾ 4 പേരും കൂടെ യൂറോപ്യൻ ടൂറിന് പോയി. അപ്പൊ യൂറോപ്പിൽ ഞാൻ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചാൽ, അവിടെ അന്ധമായി അവരവരുടെ ഭാഷയോട് പുലർത്തുന്ന ഒരു അഭിനിവേശം. ഇന്റർനാഷണൽ ലാംഗ്വേജ്, ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷിന് ജർമ്മനിയിലും ഫ്രാൻസിലും ഇറ്റലിയിലൊന്നും ഒരു പ്രസക്തിയില്ല. അവർക്ക് അവരവരുടേതായിട്ടുള്ള ഭാഷയിലാണ് ഇമ്പോർട്ടൻസ്. ജർമ്മനിയിൽ ചെന്നപ്പോ റൂമിന്റെ കീ പോലും ജർമ്മൻ അക്കത്തിൽ തന്നെ ചോദിക്കണം എന്ന കാര്യത്തിൽ അവർക്ക് വാശിയുണ്ടായിരുന്നു.
അപ്പൊ ഇന്റർനാഷണൽ ലാംഗ്വേജ് എന്നുള്ള ഒരു പരിഗണന ഇംഗ്ലീഷിന് അവിടെ കൊടുത്തിട്ടേ ഇല്ല. ആ സാഹചര്യത്തിൽ ഇന്നസെന്റ് ഏട്ടന്റെ ഒരു കൂട്ടുകാരൻ വന്ന് അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിന് ഇന്നസെന്റ് ഏട്ടൻ പങ്കെടുക്കുന്നത്. ഇങ്ങനെ പുറക്കാരനാണ് കൂട്ടുകാരൻ. അപ്പൊ ഇന്നസെന്റ് പറഞ്ഞു, ഞാനില്ലേ എന്താ പ്രശ്നം? എനിക്ക് ഇംഗ്ലീഷ് തന്നെ നിലവിൽ അറിയില്ല, പിന്നെ ഈ ജർമ്മൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം ഈ ജർമ്മൻ ഭാഷ അറിയാതെ വലിയ ബുദ്ധിമുട്ടാണ്. പള്ളിയിലെ ചടങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ കൂട്ടുകാരൻ ഒരു വഴി പറഞ്ഞു കൊടുത്തു, ഒരു കാര്യം ചെയ്താൽ മതി, ഞാൻ ചെയ്യുന്ന പോലെയൊക്കെ ഇന്നസെന്റ് ചെയ്താൽ മതി. ഇന്നസെന്റ് പറഞ്ഞു, അത് തിരക്കേടില്ലല്ലോ. അങ്ങനെ പള്ളിയിൽ പോവാണ്. പള്ളിയിൽ ചെന്നപ്പോ വികാരി അച്ഛൻ ആദ്യം എന്തോ പറഞ്ഞു. ഇന്നസെന്റ് പതുക്കെ ഒളി കണ്ടിട്ട് നോക്കിയപ്പോ കൂട്ടുകാരൻ എഴുന്നേറ്റിരിക്കുന്നു. ഇന്നസെന്റ് എഴുന്നേറ്റിരുന്നു. വികാരി അച്ഛൻ വേറെ എന്തോ പറഞ്ഞു. കൂട്ടുകാരൻ ഇരുന്നു. ഇന്നസെന്റ് ഇരുന്നു. അങ്ങനെ കൂട്ടുകാരൻ പറയുന്ന എല്ലാം അതേപടി എല്ലാം വെച്ച് ഇന്നസെന്റ് വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വികാരി അച്ഛൻ എന്തോ പറഞ്ഞു. അപ്പൊ ഒളി കണ്ടിട്ട് നോക്കിയപ്പോ കൂട്ടുകാരൻ ബൈബിൾ എടുത്ത് മുട്ടുകയാണ്. ഇന്നസെന്റ് ചെയ്തു. അങ്ങനെ എല്ലാം വിജയകരമായി പൂർത്തിയായിക്കൊണ്ടിരുന്നപ്പോഴാണ് വികാരി അച്ഛൻ എന്തോ പറഞ്ഞു. ഒളി കണ്ടിട്ട് നോക്കിയപ്പോൾ കൂട്ടുകാരൻ എഴുന്നേറ്റിരിക്കുന്നു. ഇന്നസെന്റ് ഏറ്റവും എഴുന്നേറ്റ് എഴുന്നേറ്റ് നിന്നു. പള്ളിയിൽ കൂട്ടം ചിരിയായി. അന്വേഷിച്ചപ്പോ വികാരി അച്ഛൻ പറഞ്ഞത് കല്യാണ പെണ്ണിന്റെ അച്ഛൻ എഴുന്നേറ്റ് നിൽക്കാനാണ്. അപ്പൊ അങ്ങനെയുള്ള അന്ധമായ അനുകരണത്തിന്റെ പിന്നാലെ പോയാൽ ചിലപ്പോൾ ചില അബദ്ധങ്ങളിലൊക്കെ ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട്. നമ്മുടേതായിട്ടുള്ള ഒരു സംസ്കാരം, നമ്മൾ നേടിയെടുത്തിട്ടുള്ള സംസ്കാരം, നമ്മുടെ ഈ കുടുംബ പാരമ്പര്യം, അതിലൊക്കെ വളരെ വലിയ പ്രസക്തിയുണ്ട്. Poverty anywhere is a threat to prosperity everywhere എന്നാണ് പറയാറുള്ളത്. നമ്മുടെ വീട്ടിൽ മാത്രം അടുപ്പ് പുകഞ്ഞാൽ പോരാ, തൊട്ടപ്പുറത്തെ വീട്ടിൽ പുകയുന്നില്ല എങ്കിൽ അതിന്റെ കാരണം അറിയാനും അതിനെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടാകുക എന്നുള്ളത് ഇന്നത്തെ സൊസൈറ്റിക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഇന്ന് അമേരിക്ക വലിയ പ്രോസ്പെരിറ്റിയിൽ കഴിയുമ്പോഴും ബാക്കിയുള്ള തേർഡ് വേൾഡ് കൺട്രീസിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ പതിപ്പിക്കാൻ കാര്യം, തേർഡ് വേൾഡ് കൺട്രീസിന്റെ പുരോഗമനമില്ലായ്മ ഭാവിയിൽ അമേരിക്കയ്ക്ക് തന്നെ ഭീഷണിയായി തീരുമെന്ന കാര്യത്തിൽ അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയാം. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പ്രോസ്പെരിറ്റി, നമ്മുടെ സമ്പന്നതയുടെയും ഒക്കെ നടുവിൽ നമ്മൾ കഴിയുമ്പോൾ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരെ കുറിച്ച് ചിന്തിക്കുക. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്ന ബൈബിൾ വാക്യം അത് തന്നെയാണ്. നമുക്ക് എത്രത്തോളം സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും അല്പമൊക്കെ കൺസേൺ എങ്കിലും ആയില്ല എങ്കിൽ നമ്മളിലെ മനുഷ്യത്വം നമ്മൾ നശിക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും വളരെ സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് പ്രസംഗങ്ങളുണ്ട്. ഇവിടെ എന്നോട് ഒരു പാട്ട് പാടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ പാട്ട് പാടാം. പക്ഷെ അതിനു മുമ്പ് ഈ നമ്മുടെ വിശിഷ്ടാതിഥികൾ പ്രസംഗിക്കട്ടെ. അവർ പ്രസംഗിച്ചതിന് ശേഷം വിശിഷ്ടാതിഥികൾ എത്ര പേര് പാടുന്നു നോക്കട്ടെ. അവർ പാടില്ല, ചിരിച്ചപ്പോൾ തോന്നുന്നു അവർ പാടില്ല എന്നുള്ളൊരർത്ഥമുണ്ട്. ധ്വനിയുണ്ടില്ല, പാടും. എല്ലാവരും പാടുന്നവരാണ്. റസാഖിന്റെ നേരത്തെ മാത്രം ചെറിയൊരു കൺഫ്യൂഷൻ വന്നു. എന്തായാലും അക്ഷരങ്ങളുടെ ശക്തിയെങ്കിലും പാട്ടല്ലെങ്കിൽ അക്ഷരങ്ങളുടെ ശക്തി വേറെ രൂപത്തിലുണ്ടാവും. എന്നാലും അത് കഴിഞ്ഞിട്ട് നമ്മുടെ സുഹൃത്തുക്കളുമായി ചേർന്ന് റിഹേഴ്സലൊന്നും എടുത്തിട്ടില്ല, അതിന്റെ പരിമിതികൾ ഉണ്ടാവും. എന്തായാലും ഇവരുടെ പ്രസംഗം കഴിഞ്ഞാലുടൻ തന്നെ വോട്ട് ഓഫ് താങ്ക്സിന് മുമ്പ് എന്റെ പാട്ടുണ്ടാവും എന്ന വാക്ക് നൽകിക്കൊണ്ട് ഈ മയൂരൻ 2006 എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്